ഒരു വീടിൻ്റെ ഏറ്റവും ആദ്യമായി കയറി വരുന്ന ഏരിയ, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നൽകുന്ന ഒരു ഏരിയയാണ് ഫോയർ. ആ ഫോയർ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്രദമായിട്ടും വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫോയർ ഏരിയ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇത് ഡിസൈൻ ചെയ്തപ്പം നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഈ മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോൾ ഇതായതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വാട്ടർ ഫീച്ചറാണ് നൽകിയിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ കാണാനും ആ വെള്ളം വീഴുന്നതിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ നൽകുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ ഫീച്ചർ. ഫ്ലോറിങ്ങിന് ഒരു ഡെക്കറേറ്റീവ് വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മാർബിളിലെ ഇൻലേ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഒരു കളറിലുള്ള മാർബിൾ, അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ഡാർക്ക് ബ്രൗണിൻ്റെ 2 മാർബിളുകളും ബ്രാസിൻ്റെയും ഇൻലേ ചെയ്തിട്ട് ഒരു ഫ്ലോറിംഗ് ഡിസൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഒരു വെറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഒരു വാർണിഷ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വെറ്റ് ലുക്ക് കിട്ടുന്നതിനും അതിന് ഒരു പ്രൊട്ടക്ഷൻ കോട്ടുമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫോയർ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലൊരു കൺസോൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാഴ്ചയിലെ ഡിസൈനെ ഇമ്പ്രൂവ് ചെയ്യാനും ചെറിയ ഡ്രോകളിൽ നമുക്ക് വീടിൻ്റെ കീ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാറിൻ്റെ കീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അതിനെ ഉപയോഗിക്കാം. അത് ഇത്രയും വലിയൊരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ചെറിയ ഡ്രോയും ഒരു സിംഗിൾ ഒരു ഡ്രോയും അതിൻ്റെ മുകളിലൊരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക്, ഒരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പീസോ വെച്ചാൽ തന്നെ നമുക്ക് ഫോയറുകളെ ബ്യൂട്ടിഫുൾ ആക്കാവുന്നതാണ്.